പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2025 ഡിസംബർ മാസം 23 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കരങ്ങളെ ഒന്ന് ഉയർത്തി പിടിച്ചിട്ട് കർത്താവിനൊന്ന് സ്തോത്രം പറയാമോ? സ്തോത്രം 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 സ്തോത്രം. പോയ രാത്രികാലം നല്ല ഉറക്കം തന്ന് കർത്താവ് അനുഗ്രഹിച്ചില്ലേ? കർത്താവിനൊന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. ഇന്നലെ രാത്രി നമ്മുടെ ഓൺലൈൻ സർവീസ് ഏറ്റവും അനുഗ്രഹമാക്കി തീർത്ത കർത്താവിൻ കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാണ്ട് സ്തോത്രം 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 സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം തന്നു, കാലത്ത് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവകൃപയ്ക്കായിട്ട് കരങ്ങളെ ഉയർത്തി പിടിച്ചുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞു. അപ്പോൾ നന്ദിയോടെ സ്തോത്രം, അപ്പോൾ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഞാൻ കിടന്നു, അങ്ങനെ ഉറക്കി, അങ്ങനെ ഉണർത്തി, അതിനായിട്ട് സ്തോത്രം, അതിനായിട്ട് സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലവും കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നത് ഓർത്ത് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുക. ഈ പകൽക്കാലം കർത്താവ് ഞങ്ങളെ അത്ഭുതകരമായി നടത്തുന്നതോർത്ത് സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകും. കർത്താവിൻ്റെ ദയക്കായിട്ട് സ്തോത്രം ചെയ്താണ്ട്, കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം ചെയ്താണ്ട്, കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം ചെയ്താണ്ട്, നമ്മളോടുള്ള കർത്താവിൻ്റെ വാത്സല്യം ഓർക്കുമ്പോൾ ആമേൻ ആമേൻ. നമ്മൾ പറയുന്നു അതെ, കർത്താവിൻ്റെ സ്നേഹം വലുതാണ്. അതുകൊണ്ട് ആ സ്നേഹത്തെ ഓർത്തൊന്ന് സ്തോത്രം ചെയ്ത് അപ്പന് മക്കളോട് കരുണ തോന്നുന്നതിലുപരിയായി ആമേൻ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പം ഭൂമിയിൽ അപ്പൻ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി, അമ്മ സ്നേഹിക്കുന്നതിനേക്കാൾ അധികമായി നമ്മളെ സ്വർഗത്തിലെ ദൈവം സ്നേഹിക്കുന്നതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ പ്രവൃത്തികൾക്കായിട്ട് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങേക്ക് സ്തോത്രം ചെയ്തു. അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനാകിയാൽ സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അങ്ങ് മറുപടി നൽകിയതിനായി സ്തോത്രം. ഇന്ന് പ്രഭാതത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് ചെവി ചായ്ച്ച് കേൾക്കുകയും അങ്ങ് ഞങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഓരോരുത്തരെയും വ്യക്തിപരമായി അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ കൃപ വ്യാപരിക്കട്ടെ. ഓരോരുത്തരുടെ ആവശ്യങ്ങളിൽ അങ്ങയുടെ വലിയ കൃപ വ്യാപരിക്കട്ടെ. പ്രത്യേകിച്ച് രോഗികളായിരിക്കുന്നവർ ഇന്ന് പ്രഭാതത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ രോഗശക്തികളും, എല്ലാ രോഗത്തിൻ്റെ അവസ്ഥകളും നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ ആരോഗ്യവും സ്വസ്ഥതയും തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാ തരത്തിലുള്ള രോഗങ്ങളുടെ മേലും ദൈവിക ഇടപെടൽ ഉണ്ടാകണം. കർത്താവേ, ഇന്ന് പകൽ സൗഖ്യത്തിൻ്റെ പകലായി മാറട്ടെ. ഇന്നത്തെ പകൽ യേശുവിൻ്റെ നാമത്തിൽ ഒരു ഹീലിംഗ് ആമേൻ 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 ഡേ ആയി മാറട്ടെ. ആമേൻ. ഇന്നർ ഹീലിംഗ് സംഭവിക്കട്ടെ. പുറമേ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. മാനസികമായ സംഘർഷങ്ങൾ, മാനസികമായുള്ള വേദനകൾ, മുറിവുകൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. വലിയ സമാധാനത്തിൻ്റെ ഒരു പുതപ്പ് തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വീഴുന്നതിനായി സ്തോത്രം. അതോടൊപ്പം തന്നെ പുറമേ ഉള്ള ആമേൻ രോഗങ്ങൾ, അവസ്ഥകൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ ശക്തികൾ വിട്ടുപോകട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും ഈ 23 അത്ഭുതം സംഭവിക്കട്ടെ. ജോലി വിഷയമങ്ങളിൽ ദൈവിക അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കർത്താവിനൊന്നും കഴിയാത്തതായിട്ടില്ലല്ലോ. അസാധ്യങ്ങളെ അങ്ങ് സാധ്യമാക്കുമല്ലോ. ഇന്ന് പകൽ അത്ഭുതങ്ങളുടെ പകലായി മാറട്ടെ. ദൈവിക ഇടപെടലിൻ്റെ പകലായി മാറട്ടെ. ദൈവമഹത്വം വ്യാപരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവസഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഈ വർഷാവസാനം കർത്താവിൻ്റെ സഭയ്ക്ക് വലിയ വളർച്ച ഉണ്ടാകട്ടെ, വലിയ ഉണർവുണ്ടാകട്ടെ. ലോകവ്യാപകമായി, ആഗോള വ്യാപകമായി കർത്താവേ, ദൈവസഭ ആമേൻ ശക്തി പ്രാപിപ്പാൻ, ആമേൻ ഉണർവിലേക്ക് വരുവാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം. എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് കൂട്ടായിട്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഒരിക്കലൂടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു. ഈ ദിവസം ഇവരുടെ ജീവിതത്തിൽ ഒരു ഹീലിംഗ് ഡേ ആയി മാറട്ടെ. ആമേൻ. ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് അകമേ ഹീലിംഗ് ഉണ്ടാകട്ടെ, പുറമേ ഹീലിംഗ് ഉണ്ടാകട്ടെ. ആമേൻ. ബന്ധങ്ങളിൽ ഹീലിംഗ് ഉണ്ടാകട്ടെ. എല്ലാത്തിനകത്തും ഒരു വലിയ ഹീലിംഗ് സംഭവിക്കട്ടെ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ സമാധാനത്തിൻ്റെ പകലായി മാറട്ടെ. അങ്ങ് തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതിനായിട്ട് സ്തോത്രം. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്തിരിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.
ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവകൃപ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു കവിയുവാൻ കർത്താവ് ഈ ദിവസങ്ങളിൽ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നലെ നമുക്ക് കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട മീറ്റിംഗ് കഴിഞ്ഞു. നാളെ കർത്താവ് അനുവദിക്കുന്ന പക്ഷം നാളെ വൈകിട്ടും ഇന്ത്യൻ സമയം 9:30 ആമേൻ നമുക്ക് മീറ്റിംഗ് ഉണ്ടാകും. പ്രാർത്ഥനയോടുകൂടെ നിങ്ങളതിൽ പങ്കെടുക്കുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ജോഷുവ ചാപ്റ്റർ 1:8 അവിടെ പറയുന്നു, ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് ആമേൻ നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായിരിക്കും. ആമേൻ. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ ഇന്ന് പ്രഭാതത്തിൽ ഓർപ്പിക്കുന്നത് ദൈവവചനത്തെ നമ്മൾ ധ്യാനിക്കുന്നവരായിരിക്കും. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ആമേൻ. പക്ഷേ ദൈവവചനം ധ്യാനിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അത് ധ്യാനിക്കുമ്പോഴാണ് അത് നമ്മളെ ജീവിതത്തെ മാറ്റുന്നത്, നമ്മുടേതാക്കി മാറ്റുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുക. എന്നാൽ ധ്യാനം, മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ, റീപ്രോഗ്രാം ചെയ്യുവാനായി ദൈവവചനത്തെ അനുവദിക്കുന്നത് നമ്മൾ ധ്യാനത്തിലൂടെയാണ്. അപ്പോൾ നമ്മുടെ വേദപുസ്തകം പറയുന്ന ധ്യാനമെന്ന് പറയുന്നത് മിണ്ടാതിരിക്കുന്നതോ അല്ലെങ്കിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതോ അല്ല. അതായത് മെഡിറ്റേറ്റ് എന്ന പദം ഈ ജോഷുവയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിലുള്ളത് ഹഗ, HAGAH, ഹഗ എന്ന ഒരു ഹീബ്രു പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മുടെ എന്നാ പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് മട്ടർ ചെയ്യുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ അത് ചിന്തിക്കുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ അതരം കൊണ്ട് നമ്മൾ മർമർ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇമാജിൻ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ ശബ്ദമുയർത്തി പറയുന്നു. അത് തന്നെ നമ്മൾ കാണുകയും പറയുകയും ചെയ്യുക. അങ്ങനെയാണ് ധ്യാനിക്കുന്നത്. അപ്പം ദൈവവചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ദൈവവചനം ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത് നമ്മൾ ദൈവവചനം വായിക്കുന്നു. ആമേൻ. ആ വായിച്ച വചനം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ അതിനെ ചിന്തിക്കാൻ തുടങ്ങും. ആമേൻ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ കർത്താവിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നു, ക്രിസ്തുയേശുവിൽ എന്നെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അത് നമ്മൾ വായിച്ചങ്ങ് വിട്ടാൽ ഒരിക്കലും അത് നമ്മുടേതായി മാറത്തില്ല. മറിച്ച് നമ്മളത് വായിക്കുന്നു. വായിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിൽ അത് കീറി നമ്മളത് ചിന്തിക്കുക, അതെ, ക്രിസ്തുയേശുവിൽ എന്നെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, നമ്മളത് ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു ബോധ്യം വരുന്നു, അതെ, ഞാൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും എന്താകാനുള്ളതാണ്? ജയോത്സവം കൊണ്ടാകാനുള്ളത്. അപ്പം നമ്മളത് ചിന്തിക്കുന്നു. അത് നമ്മുടെ ഉള്ളിൽ നമ്മൾ പറയാൻ തുടങ്ങുന്നു. അധികം വലിയ ശബ്ദമില്ലാതെ നമ്മളോട് തന്നെ പറയുന്നു, ക്രിസ്തുയേശുവിൽ ഞാൻ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയോത്സവമായി നടക്കാനുള്ളവരാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? അത് നമ്മൾ കാണുക. അത് നമ്മുടെ വിശ്വാസത്താൽ നമ്മൾ കാണുന്നു. യെസ്, ഞാൻ ചെല്ലുന്നിടത്തൊക്കെയും ക്രിസ്തുവിൽ എനിക്ക് എന്തുണ്ട്? ജയമുണ്ട്. ക്രിസ്തുവിൽ എനിക്ക് എന്തുണ്ട്? ജയമുണ്ട്. ഇതുപോലെ അത് കഴിഞ്ഞിട്ട് അത് നമ്മൾ അതരം തുറന്ന് ശബ്ദം ഉയർത്തി നമ്മളോട് തന്നെ പറയുന്നു. ഇത് തന്നെ ചിന്തിക്കുന്നു, പറയുന്നു, കാണുന്നു, ചിന്തിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, രാവും പകലും ധ്യാനിക്കണം. രാവും പകലും ധ്യാനിക്കണം. ആമേൻ. സങ്കീർത്തനം 1-ലും പറഞ്ഞ്, യഹോവയുടെ ന്യായപ്രമാണത്തെ രാപകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ അനുഗ്രഹിക്കപ്പെട്ടവൻ. അപ്പോൾ ഒരു ഇടവേള പോലും കൊടുക്കാതെ, മറ്റ് ചിന്തകൾ കൊണ്ടുവരാതെ രാവും പകലും നമ്മൾ ദൈവവചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യുക? രൂപാന്തരപ്പെടുത്തിയെടുക്കുക. ഇപ്പം സാധാരണ ഒരു മനുഷ്യൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ലോകപരമായി ആ മനസ്സൊരു ആയിരിക്കുക. അവൻ പരാജയത്തെക്കുറിച്ചുള്ള ചിന്തയുണ്ട്, ഭയമുണ്ട്, ഭീതിയുണ്ട്. ഇതെല്ലാം മാറ്റി എന്തുകൊണ്ടിരുന്നു? നമ്മൾ ദൈവവചനം ധ്യാനിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് ക്രിസ്തുവിൻ്റെ മനസ്സ് പോലായിത്തീരും. ഉദാഹരണം പറഞ്ഞാൽ, യേശു ഭൂമിയിലായിരിക്കുമ്പോൾ യേശുവിൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ ചിന്തകൾ എങ്ങനെയായിരുന്നു, യേശുവിൻ്റെ രീതികൾ എങ്ങനെയായിരുന്നു, അതിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. എങ്ങനെ അത് സംഭവിക്കുന്നത്? ദൈവവചനത്തിൻ്റെ ധ്യാനത്തിലൂടെ. അപ്പം ഇവിടെ പറയുന്നു, നീ കൃതാർത്ഥനായിരിക്കും, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അതായത് അവൻ ദൈവവചനം ധ്യാനിക്കുന്ന ആളിന് എന്തുണ്ടാകും? അഭിവൃദ്ധി ഉണ്ടാകും. എല്ലായിടത്തും ആ വ്യക്തിക്ക് പ്രോസ്പെരിറ്റി ഉണ്ടാകും. അതായത് കുടുംബത്തിനകത്താണെങ്കിലും ജോലിയിലാണെങ്കിലും എല്ലാത്തിനകത്തും. അതുമാത്രമല്ല, ഗുഡ് സക്സസ് എന്ന കൃതാർത്ഥത എന്ന് പറഞ്ഞാൽ ഗുഡ് സക്സസ്. ഇവിടെ ചെന്നാൽ നല്ല വിജയമുണ്ടാകും.
അവൻ സങ്കീർത്തനം പറയുന്നു, അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നത്, അവൻ തക്കകാലത്ത് ഫലം കായ്ക്കുന്നത്, അവൻ ഇലവാടാത്തതുമായ വൃക്ഷമാണ്, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഇതാണ് ദൈവവചനം ധ്യാനിക്കുന്നവൻ്റെ പ്രത്യേകത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ എത്രമാത്രം വായിക്കുന്നത് നല്ലതാണ്. വായിക്കുന്നത് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. എന്നാൽ എത്ര വചനം ധ്യാനിച്ചു എന്നുള്ളതാണ് വളരെ പ്രധാനം. ദാവീദിനെ സംബന്ധിച്ച് ദാവീദിന് ആ ഗോലിയാത്തിൻ്റെ മുമ്പിൽ ധൈര്യത്തോടെ നിൽക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണ്? ദൈവവചനം അകത്ത് ക്രിയ ചെയ്തതുകൊണ്ട്. ആമേൻ, ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലും ദൈവവചനം ധ്യാനിക്കുന്നവരായിരിക്കണം. നമ്മളിങ്ങനെ വെറുതെ മറ്റു പല കാര്യങ്ങൾ ചിന്തിച്ച് ആകുലപ്പെട്ട് വ്യാകുലപ്പെട്ട് ഭാവിയെക്കുറിച്ച് ഓർത്ത് നിരാശപ്പെട്ട് തളരേണ്ട ആവശ്യമില്ല. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കണം. ദൈവവചനം ധ്യാനിക്കുമ്പോൾ ദൈവവചനം നമ്മുടേതായി മാറും. അതിലൂടെ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. കേട്ടോ, ഈ പ്രഭാതത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുന്നവരായിരിക്കണം. അപ്പോൾ ഇന്ന് തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി, ഈ വചനം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. ഞാൻ ദൈവവചനം ധ്യാനിക്കുമ്പോൾ എന്താകത്തീരും? ഞാൻ എല്ലായിടത്തും ഞാൻ അഭിവൃദ്ധി പ്രാപിക്കും, ഞാൻ ഗുഡ് സക്സസ് എനിക്കുണ്ടാകും. ഇത് തന്നെ ചിന്തിച്ച് നോക്കി. ഇങ്ങനെ ഓരോ വചനങ്ങളെ നിങ്ങളുടെ മനസ്സിലിട്ട് ധ്യാനിക്കണം. അതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. കേട്ടോ, കർത്താവ് നിങ്ങളെ ഈ പ്രഭാതത്തിൽ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം വായിക്കുന്നവരല്ല, ധ്യാനിക്കുന്നവരായി നിങ്ങളെ കർത്താവ് മാറ്റട്ടെ. ആമേൻ. അക്കരങ്ങൾ ഉയർത്തി പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നമ്മൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.